വടക്കൻ ജില്ലകളിലും ശക്തമായ മഴ തുടരുന്നുണ്ട്. കോഴിക്കോട് 2 വീടുകൾക്ക് കേടുപാടുണ്ടായി. വയനാട്ടിലും മലപ്പുറത്തും വിവിധ ഇടങ്ങളിൽ മരങ്ങൾ പൊട്ടിവീണ് ഗതാഗതം തടസ്സപ്പെട്ടു. കോഴിക്കോട് കൊയിലാണ്ടിയിൽ പാലക്കുളം മന്നത്തിമീത്തൽ ശ്രീജയുടെ വീടാണ് കനത്ത മഴയിലും കാറ്റിലും തകർന്നത്. ഓടിട്ട വീടിന്റെ മുൻഭാഗമാണ് തകർന്നത്. വീട്ടുകാരെ മാറ്റിപ്പാർപ്പിച്ചു. കൊടുമ്പ്ര കള്ളിക്കുന്നിൽ വീടിന്റെ സംരക്ഷണ ഭിത്തി തകർന്നാണ് മറ്റൊരു അപകടം. ശക്തമായ മഴയിൽ കോയങ്ങോറത്ത് അഷ്റഫിന്റെ വീടിന്റെ സംരക്ഷണ ഭിത്തിയാണ് തകർന്നത്. 15 മീറ്ററോളം കരിങ്കൽക്കെട്ട് തകർന്നതോടെ വീട് അപകടാവസ്ഥയിലാണ്. വയനാട്ടിൽ ഇടവിട്ട് ശക്തമായ മഴ ലഭിക്കുന്നുണ്ട്. ചൂരൽമല പുന്നപ്പുഴയിൽ നീരൊഴുക്ക് കൂടിയതോടെ തീരപ്രദേശങ്ങളിൽ ഉള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. സുൽത്താൻ ബത്തേരി ദൊട്ടപ്പൻകുളത്തിന് സമീപം ദേശീയപാതയിൽ മരം വീണു. ഫയർഫോഴ്സ് എത്തിയാണ് മരം മുറിച്ചു നീക്കിയത്. മലപ്പുറത്ത് ശക്തമായ മഴ പെയ്യുന്നുണ്ട്. അന്തർ സംസ്ഥാന പാതയായ നാടുകാണി ചുരത്തിൽ മുളങ്കൂട്ടം കടപുഴകി വീണ് ഗതാഗത തടസ്സമുണ്ടായി. നിലമ്പൂരിൽ നിന്നുള്ള ഫയർഫോഴ്സ് എത്തി മരങ്ങൾ നീക്കിയാണ് റോഡ് ഗതാഗത യോഗ്യമാക്കിയത്. അതിതീവ്ര മഴയ്ക്കുള്ള മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ കനത്ത ജാഗ്രതയിലാണ് തീരദേശ മലയോര മേഖലകൾ. വയനാട് മലപ്പുറം ബ്യൂറോകൾക്കൊപ്പം സമീർ സി മുഹമ്മദ്, 24 കോഴിക്കോട്.